സിന്ദൂരരേഖ. രചന അവതരണം നില കാർത്തിക. ഭാഗം 2. ആ പെണ്ണിൻ്റെ കൈ വെറുതെ ചേർത്ത് പിടിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വെച്ച് ആരുടെയൊക്കെയോ കാലിൽ വീണു. എന്തൊക്കെയോ ചടങ്ങുകൾ അവരൊക്കെ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ തിരിഞ്ഞ് അമ്മയെ നോക്കി. ഇടയ്ക്ക് മുഖം തുടയ്ക്കുകയും മൂക്ക് ചീറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കഴിയാനുള്ളത് കഴിഞ്ഞു. എന്തായാലും ആനന്ദ് നല്ല പണിയാണ് കാണിച്ചത്. പിന്നെ ഒരു കാര്യത്തിന് നന്ദി പറയുകയോ വേണ്ടത്. ഇങ്ങനെ നടന്നില്ല എങ്കിൽ മനുവിന് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമോ? ഇതിപ്പോൾ ചുളുവിൽ നല്ലൊരു പെണ്ണിനെ കിട്ടി. ആരുടെയൊക്കെയോ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നവരെ നോക്കി പറയുമ്പോൾ സച്ചിൻ്റെ ചുണ്ടിൽ ചിരിയാണ്. എന്നാലും അവൻ കുട്ടിയല്ലേ സച്ചി, ഇപ്പോഴേ ഒരു കല്യാണം. എൻ്റെ കുട്ടിക്ക് അങ്ങനെയുള്ള ഉത്തരവാദിത്വമൊക്കെ എടുക്കാനൊന്നും ആയിട്ടില്ല. എൻ്റെ സാരത്തുമ്പിൽ നിന്ന് മാറാത്തവനാണ്. ആ അമ്മയുടെ അറിവില്ലായ്മയെ കുറിച്ച് ഓർത്തതും ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോയി. എന്തൊക്കെയോ പറയാൻ നാക്ക് ചൊറിയുന്നുണ്ട്. പക്ഷെ സ്ഥലവും സന്ദർഭവും അമ്മയാണെന്നുള്ള ബന്ധവും ഓർത്ത് മൗനം പാലിച്ചു. സച്ചിയേട്ട, അവരിറങ്ങാറായി. അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ ചെല്ലണ്ടേ? പിന്നെ ആനന്ദേട്ടനെ ഒന്ന് വിളിക്കുമോ? എന്താ ആയോ? ആ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വരുമോ? അടുത്തു വന്ന് ആതിര പറഞ്ഞതേ ചൂഴ്ന്നു നോക്കി സച്ചി അവിടെ. ആ കൊള്ളാം. അല്ല, നീ കൂടി അറിഞ്ഞിട്ടാണോ ഈ നാടകം? മനുഷ്യ പൊക്കോണം. ഞാനിപ്പോഴാ ചേട്ടന് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് തന്നെ അറിയുന്നത്. ചെയ്തത് തെറ്റാണെങ്കിലും ഞങ്ങളുടെ ചേട്ടനല്ലേ. ആയിക്കോട്ടെ, അച്ഛൻ കയറ്റിയാൽ മതി. പിന്നെ നിന്റെ അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണോ അതോ നീ പറഞ്ഞ് മനസ്സിലാക്കുമോ? ആര്യൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയ ആതിര തിരിഞ്ഞു വന്നു. എന്താ? നിന്റെ അനിയനെ കുഞ്ഞാണ് പോലും. അമ്മയുടെ സാരത്തുമ്പ് പിടിച്ചു നടക്കുന്ന കുഞ്ഞുവാവ. അമ്മ അറിയുന്നുണ്ടോ? ആ വാവ പെൺപിള്ളേരുടെ ഷാളിന്റെ തുമ്പത്ത് തൂങ്ങിയാണ് നടപ്പെന്ന്. അവൻ എല്ലാത്തിനെയും കുറിച്ച് PhD എടുത്തിരിക്കുവാണ്. എനിക്ക് പോലും അറിയാത്ത കാര്യം അവനറിയാം. പാവം പെണ്ണ്, അതിന്റെ ഗതി എന്താകുമോ? സച്ചിയേട്ടാ, അവൻ പാവമാ. എല്ലാവരും കൂടി കൊഞ്ചിച്ച് വഷളാക്കുന്നതിന്റെ കുറവാണ്. ഒരു കുടുംബമൊക്കെ ആയില്ലേ? ഇനി ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവൻ നന്നാകും. നന്നാകും. നിന്റെ അമ്മ വാരിക്കൊടുത്ത് നന്നാക്കിക്കോളൂ. ഇനി ആ പെണ്ണ് വാരിക്കൊടുത്ത് ഉറക്കേണ്ടി വരുമോ ആവോ? സച്ചിയേട്ടാ, കുറച്ച് കടുപ്പിച്ച് തന്നെ വിളിച്ചു ആതിര. പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിലും ചടങ്ങുകളെല്ലാം നടത്തി. കൃഷ്ണയുടെ അമ്മ 2 പേർക്ക് മധുരം നൽകി. പഴം മുറിച്ച് പകുതി കൃഷ്ണയുടെ നേർക്ക് നീട്ടി ആര്യൻ. നോക്കാതെ തന്നെ മേടിച്ചുകൊണ്ട് തുമ്പിൽ കടിച്ചു അവളും. എൻ്റെ ഹരി, എടുത്ത് പിടിച്ചൊരു തീരുമാനം വേണമായിരുന്നോ? ഇത് കുട്ടിക്കളി മാറാത്തൊരു ചെക്കനെ പോലെ. അവൻ്റെ മുടിയും കോലവും ആകെ മൂത്ര അലമ്പൻ. ഹരിയുടെയും കൃഷ്ണയുടെയും ചെറിയച്ഛൻ ചെറുക്കനെ ഇഷ്ടപ്പെടാതെ തുറന്നു പറഞ്ഞു. ഗോപനുമായി 15 വർഷത്തെ പരിചയമായ ചിറ്റപ്പ. ആ വിശ്വാസം. ഗോപൻ്റെ മോൻ ഒരിക്കലും മോശമാകില്ല. പിന്നെ ഇപ്പോഴത്തെ ആൺകുട്ടികളല്ലേ, അതിൻ്റെ കുറച്ച് കുസൃതി കാണും. അതൊക്കെ എൻ്റെ കുട്ടി മാറ്റിയെടുത്തോളൂ. അങ്ങനെ പറയുമ്പോഴും അയാളുടെ മനസ്സ് എന്തുകൊണ്ടോ അസ്വസ്ഥമായി. ഈ തീരുമാനം എടുത്തുചാട്ടമായി പോയോ എന്ന്. എൻ്റെ കുട്ടിക്ക് വിഷമമുണ്ടോ അമ്മാവൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ? അവളുടെ മുടിയിലൂടെ തലോടിക്കൊണ്ട് അവളോട് ചോദിച്ചതും ആ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. ഇല്ല അമ്മാവ, എനിക്കറിയാം ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. എനിക്ക് സന്തോഷമാണ് സത്യം. കല്യാണം കഴിഞ്ഞുവെന്ന് വിചാരിച്ച് ഞങ്ങളും അയാളും ബന്ധം മുറിച്ചുവെന്നല്ല അതിൻ്റെ അർത്ഥം. എന്ത് വിഷമമുണ്ടായാലും എന്നോട് പറയാം. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം. നിനക്കും കൂടി അവകാശമുണ്ട് വീട്, അല്ലേ വിമലേ? പുറകിലായി നിൽക്കുന്ന ഭാര്യയെയും മക്കളെയും നോക്കി അയാൾ ചോദിച്ചതും ഉള്ളിലെ അമർഷം പുറത്തു കാണിക്കാതെ അവർ വെറുതെ ഒന്ന് ചിരിച്ചു. പിന്നെ അത് മോളുടെയും വീടല്ലേ? ഇത്രയും വർഷം മോളും അമ്മയും ഞങ്ങളുടെ കൂടെ അല്ലേ ജീവിച്ചത്? എന്ത് പ്രശ്നമുണ്ടായാലും അങ്ങോട്ട് പോലെ. അമ്മാവനെല്ലാം നോക്കിക്കോളും. അവരുടെ ഉള്ളിലെ ദേഷ്യം വാക്കുകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കൃഷ്ണ അറിഞ്ഞു. ആ വീട്ടിൽ അമ്മ എങ്ങനെ ഇനി താനില്ലാതെ കഴിയുമെന്ന ചിന്ത അവളെ അലട്ടി. അമ്മാവൻ പാലക്കാടാണ്, മാസത്തിലേ വരൂ. അതുകൊണ്ട് അമ്മായിയുടെ സ്നേഹം പലപ്പോഴും അമ്മാവൻ അറിയില്ല. അമ്മാവൻ ഉള്ളപ്പോൾ മാത്രമാണ് സ്നേഹത്തോടെ പെരുമാറുന്നത്. തന്നെ ഒരു കയ്യിൽ ഏൽപ്പിച്ചതിൻ്റെ സന്തോഷത്തോടെ നിൽക്കുന്ന അമ്മയെ നോക്കുമ്പോൾ നെഞ്ചു വിങ്ങുന്നത് അറിയുന്നുണ്ട്. അത് പുറമേ കാണിക്കാതെ ഇറുക്കെ പുണർന്ന് ആ കവിളിൽ ഉമ്മ വെച്ചവൾ. നഖം കടിച്ചു തുപ്പിക്കൊണ്ട് അവളെ തന്നെയാണ് നോക്കിയത് ആര്യൻ. അവൾ ആരൊക്കെയോ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. കാല് നിലത്തുറയ്ക്കാതെ നിൽക്കുമ്പോൾ കണ്ണുപോയത് കൂട്ടുകാർക്കിടയിലേക്കാണ്. ശ്വാസം ഒന്ന് വിടാനാകാതെ നോക്കുമ്പോൾ അവരുടെ നോട്ടവും ഈ നാടകം അരങ്ങുന്നിടത്തേക്കാണ്. ഇടയ്ക്ക് രാഹുൽ എൻ്റെ ഫോൺ ഉയർത്തി കാണിക്കുന്നുണ്ട്. എടാ,
നിന്റെ ഫോണിൽ എപ്പോഴും ഒരു 50 തവണ വിളിച്ചിട്ടുണ്ട്. ഫോട്ടോ അയച്ചു കൊടുക്കട്ടെ, കാമുകൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അവൾ അറിയട്ടെ. ആര്യൻ കണ്ണുരുട്ടി. അപ്പോൾ ആ മീനാക്ഷിക്കോ? അവളോടെങ്കിലും പറഞ്ഞേക്ക്, ആ പെണ്ണ് വിളിച്ചിട്ടുണ്ട്. പാവങ്ങൾ, ഞാൻ വേണേ ജീവിതം കൊടുക്കാം, ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ഞാൻ എങ്ങനെ പറയും, എന്നെ കൊണ്ട് വയ്യ. നഖം കടിച്ച് തുപ്പി വിട്ടുകൊണ്ടേയിരുന്നു അവൻ. എടാ, എന്തായാലും നീ ഇനി അംഗീകരിച്ചേ പറ്റൂ. നിന്റെ കല്യാണം കഴിഞ്ഞു, അതും നല്ല ബാങ്കിൽ ജോലിയുള്ള ഭാര്യ. സ്വന്തം ഭാര്യയുടെ ചെലവിൽ കഴിയാം, അതിനും വേണം ഒരു ഭാഗ്യം. എന്നാലും അളിയ, നിന്റെ ഒരു ഭാഗ്യം ഇനിയിപ്പോൾ വിയോ കണ്ട് തൃപ്തി അടയണ്ടല്ലോ. അല്ലാതെ തന്നെ ആഘോഷിക്കാമല്ലോ, സ്വന്തമായി ഒന്ന് കയ്യിലുണ്ടല്ലോ. യുവാൻ, മതി, അധികം ഓവർടേക്ക് ചെയ്തുള്ള സംസാരം വേണ്ട. അവരുടെ സംസാരവും കേട്ടതും അതുലിന് ഇഷ്ടപ്പെട്ടില്ല. അതും തുറന്നു തന്നെ പറഞ്ഞു. നീ പോ അതുലേ, ഇവന് കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്കാണോ പ്രശ്നം? ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ആര്യനെ കടുപ്പിച്ചെന്ന് നോക്കിയിട്ട് അതുൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ പോയിരുന്നു. ഇനിയിപ്പോൾ എല്ലാം നേരിട്ടറിയാമല്ലോ. ഭാഗ്യവാൻ. അർത്ഥം വെച്ച് അടുത്തവൻ പറഞ്ഞതും കയ്യിലിരുന്ന പൂമാല അവന് നേരെ ദേഷ്യത്തോടെ എറിഞ്ഞു. എടാ, ഒന്നും കിട്ടാത്ത പിള്ളേർക്ക് ചക്കക്കുരു കറി കിട്ടിയതുപോലെ ആക്രാന്തം കാണിക്കരുത്. പയ്യെ തിന്നാൽ മതിയാകും. രാഹുൽ കണ്ണിറക്കി ഉറക്കെ ചിരിച്ചു പറഞ്ഞു. ആര്യൻ്റെ അമ്മ നൽകിയ വിളക്ക് ഇരു കൈയാൽ കൂട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറി കൃഷ്ണ. ആ പൂജാമുറിയിലേക്ക് വെച്ചോളൂ മോളെ. ആരോ പറഞ്ഞതും പൂജാമുറിയിലെ കൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിലായി വെച്ച് കൊണ്ട് ഇരു കൈ കൂപ്പി പ്രാർത്ഥിച്ചു നിന്നു കൃഷ്ണ. അവിടുത്തെ അമ്മ 2 പേർക്ക് മധുരമൊക്കെ തന്നു. ഇടയ്ക്കെപ്പോഴോ ആര്യൻ എഴുന്നേറ്റ് വെളിയിലേക്ക് കൂട്ടുകാർക്കൊപ്പം പോയിരുന്നു. ആദ്യമായി ഒരു അന്യ വീട്ടിൽ വന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കൃഷ്ണയ്ക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ചേട്ടന് വിവാഹം ആലോചിച്ചിട്ട് അനിയൻ്റെ താലി അണിയേണ്ടി വന്ന അവസ്ഥ ഓർത്തത് നെഞ്ചു വെങ്ങി തുടങ്ങി. കൈവിരൽ ഞെരടിക്കൊണ്ട് നിന്നതും മോതിരവിരലിലെ ആനന്ദ് അണിയിച്ച മോതിരത്തിൽ വിരത്തൊട്ടതും പൊള്ളിയതുപോലെ ഊരിയെടുത്ത് ഉള്ളംകൈയിൽ വെച്ച് അവിടെ തന്നെ ഇരുന്നു. ഓരോരുത്തർ ഇടയ്ക്ക് വന്ന് പരിചയപ്പെടുന്നുണ്ട്. ഒച്ച കുറച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. എപ്പോഴോ തന്നെയും കടന്ന് ആര്യൻ മുറിയിലേക്ക് പോകുന്നത് കണ്ടു നോക്കുന്നേയില്ല. ഇരുന്ന് മടുത്തോ? ആതിര അടുത്തു വന്നിരുന്നു. കയ്യിൽ പിടിച്ചതും വെറുതെയൊന്ന് ചിരിച്ചതേ ഉള്ളൂ അവളും. അറിയാം, കുറച്ച് മണിക്കൂർ കൊണ്ട് നടന്ന കാര്യങ്ങൾ തനിക്ക് അംഗീകരിക്കാൻ പാടാകുമെന്ന്. ആനന്ദേട്ടൻ നിന്ന് നേരെ എതിർ സ്വഭാവമാണ് ആര്യൻ്റേത്. അമ്മയുടെ കുഞ്ഞി മോനാണ്, അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും പാവമാണ് കേട്ടോ, ഇയാൾ പേടിക്കണ്ട. കൃഷ്ണ, തനിക്കായി മേടിച്ച തുണികളൊക്കെ ആനന്ദേട്ടൻ്റെ മുറിയിലാണ്, ഞാൻ എടുത്തുകൊണ്ട് വരാം. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. ആതിര അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞതേ ചിരിയോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ആതിര കയ്യിൽ തന്ന കവറുകളും പിടിച്ചുകൊണ്ട് കാണിച്ചു തന്ന മുറിയിലേക്ക് നടന്നു. ചാരി ഇട്ടിരിക്കുന്ന വാതിൽ തുറന്നതേ മുമ്പിൽ കണ്ട കാഴ്ചയിൽ ആദ്യം ഒന്ന് കണ്ണു മിഴിഞ്ഞു പോയെങ്കിലും പിന്നെ ഇറുക്കി അടച്ച് നിന്നുപോയി കൃഷ്ണ. എടാ, ആതിരയുടെ അലർച്ചയിൽ ആരും തിരിഞ്ഞു നോക്കുന്നത്. അണ്ടർവെയർ മാത്രം ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിരുന്ന അവൻ ഞെട്ടിത്തെറിച്ചു. 2 കൈയാൽ പൊത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് ചാടിക്കയറിയിരുന്നു. അയ്യേ വൃത്തികെട്ടവൻ! ആതിര അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് നടന്നു. തുടരും. ഇഷ്ടമാകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.